ഞാൻ ഡോക്ടർ ഹസ്നത്ത്, ഓമാനൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറാണ്. കോവിഡിനോടൊപ്പം മഴക്കാല രോഗങ്ങളെയും പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ ശബന പൊന്നാടിൻ്റെ കഥയിൽ മുനീർ MK ഓമാനൂർ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് ചീക്കോട് ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കുന്ന മഴയൊരുക്കം എന്ന ഷോർട്ട് ഫിലിം ഞങ്ങൾ പൊതുജനങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. വളരെ ഉപകാരപ്രദമായ ഈ ഷോർട്ട് ഫിലിം എല്ലാവരും കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. അതോടൊപ്പം മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ പങ്കാളികളാവുകയും ചെയ്യുക. വാസുവേട്ടാ, ഇതിലൊക്കെ പണിയെടുക്കുമ്പോഴേ ഇതൊക്കെ ഒന്ന് ഇട്ടോളി. അവിടെ വെച്ചേക്ക്. ആ, എലീൻ്റെ തീട്ടത്തിലും മൂത്രത്തിലും ചവിട്ടി പണിയെടുക്കുമ്പോഴേ അത് മതി. ഇനി നാളെ എലിപ്പനി ഉണ്ടാവാം. ആ, നാളെ ആ റബ്ബർ തോട്ടത്തെ ചിരട്ടയും കങ്ങു തോട്ടത്തെ പാടന്ന് എടുത്ത് മാറ്റണം. ആയിക്കോട്ടെ. പസുവേട്ടാ, എന്താട്ടോ വെള്ളം? ആ, അവിടെ വെച്ചാളി മോളെ. തിളപ്പിച്ചാറിയ വെള്ളം തന്നെയല്ല മോളെ കൊണ്ടുവന്നത്. ഞങ്ങളിപ്പോൾ ചൂടുള്ളതല്ലാതെ ഒന്നും കഴിക്കാറില്ല. ഓ, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ, വയറിളക്കം പോലത്തതൊക്കെ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് പറയണേ. വീടും പരിസരവും നന്നാക്കാതെ വീടിൻ്റെ അകത്തുള്ളൊരു വൃത്തി ഉണ്ടായിട്ട് വലിയ കാര്യമാണ്. ആശാ വർക്കറല്ല വരുന്നത്. കൂടെ ആ സിസ്റ്ററും ഉണ്ടല്ലോ. പരിസരമൊക്കെ നന്നാക്കാൻ തീരുമാനിച്ചോ? ഏതായാലും സിസ്റ്ററെ, നിങ്ങളും ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നു പോയാൽ മാറ്റമുണ്ട്. മാറ്റം വന്നിട്ടുണ്ട്.
മഹാമാരിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ടതിന്റെ അടിസ്ഥാനത്തിൽ വീടും പരിസരവും വൃത്തിയാക്കി സംരക്ഷിക്കുന്നതോടൊപ്പം വ്യക്തിശുചിത്വവും ഉറപ്പുവരുത്തേണ്ടതാണ്. ഇടവിട്ടുള്ള മഴയും കുടിവെള്ളക്ഷാമവും പ്രാണിജന്യ ജലജന്യ രോഗങ്ങൾക്ക് കാരണമായേക്കാം. നമ്മുടെ പരിസരങ്ങളിൽ അലക്ഷ്യമായി നിക്ഷേപിക്കപ്പെട്ട വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള ചെറുതും വലുതുമായ മുഴുവൻ ഉറവിടങ്ങളും നീക്കം ചെയ്തുകൊണ്ട് കൊതുകുജന്യ രോഗങ്ങളുടെ സംക്രമണം തടയാൻ നമുക്ക് സാധിക്കും. ലോകത്തിന്റെ ഒരു കോണിൽ പൊട്ടിപ്പുറപ്പെട്ട വൈറസ് ലോകവ്യാപകമായി സംഹാര താണ്ഡവമാടുമ്പോൾ നമ്മുടെ അശ്രദ്ധ മൂലം ഒരു വൈറസും പടർന്നു പിടിക്കാൻ അവസരമൊരുക്കാതെ ഒത്തുചേർന്നൊരു നല്ല നാടിനായി കാവലാവാം.